ഹലോ ഫ്രണ്ട്സ്, ഇതൊരു പരീക്ഷണമാണ്. എന്നാൽ അത് സക്സസ് ആയതുകൊണ്ട് മാത്രമാണ് ഞാനിത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് തീരുമാനിച്ചത് കേട്ടോ. ഒരു പാൻ ചൂടാക്കി അതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ച് 1 കപ്പ് റവയാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നന്നായിട്ടത് റോസ്റ്റ് ചെയ്യുക. അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കുക കേട്ടോ. ഗോൾഡൻ കളർ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചേക്കാം. എന്നിട്ട് 1 കപ്പ് റവയ്ക്ക് 2.25 കപ്പ് വെള്ളം എന്ന രീതിയിൽ ഒരു പാനിൽ തിളപ്പിക്കാൻ വെക്കുക. അതിന് ചേർക്കാൻ നമുക്ക് ഫുഡ് കളർ ഉണ്ടെങ്കിൽ യെല്ലോ ഫുഡ് കളർ അല്ലെങ്കിൽ സാഫ്രോൺ നമുക്ക് ചേർക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഏലക്കാപ്പൊടിയും ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഞാൻ ചേർത്തു. സത്യം പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടിയിരുന്നില്ല, ഒരു കളറിന് വേണ്ടി ചേർത്തതാണ്. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞില്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഫുഡ് കളർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ ഉണ്ടാക്കുന്നതെന്ന്. റവ കേസരി ആട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് പഞ്ചസാര എന്നതാണ് കണക്ക്. പക്ഷേ ഞാൻ 3/4 കപ്പേ ഇട്ടിട്ടുള്ളൂ. കാരണം ഞങ്ങൾക്ക് മധുരത്തോട് അത്ര വലിയ താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണേ. അപ്പം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തത് ബ്രൗൺ ഷുഗർ ആകട്ടോ. നമ്മൾ ഷുഗറും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അത് കുറച്ചും കൂടെ സോഫ്റ്റ് ആവും. എന്നിട്ട് കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക. എന്നിട്ടൊരു പാനിൽ നെയ്യ് ചൂടാക്കി അതിനകത്തേക്ക് കിസ്മിസും കാഷ്നട്ടും ഇട്ട് വറുത്ത് അതും കൂടെ ഇതിനകത്ത് ചേർക്കുക. ഏതെങ്കിലും ഷേപ്പുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് നമുക്ക് കറക്റ്റ് ഓരോ ഷേപ്പിനാക്കി റവ കേസരി ശരിക്കും സെർവ് ചെയ്യാം. ഞാൻ ശരിക്കും ഷാൻജിയോനെ ഫോളോ ചെയ്യുന്ന ആളാണേ. അപ്പോൾ ഷാൻജിയോയുടെ വീഡിയോ കണ്ട് അതിൽ നിന്ന് കുറച്ച് ആഡ് ചെയ്ത് കുറച്ച് നമ്മുടേതായിട്ടുള്ള സ്റ്റൈലിൽ മാറ്റം വരുത്തിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരു കാണാൻ സ്റ്റൈലിൽ തന്നേ ഉള്ളൂ, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.